അയ്യ വണക്കം. പാകിസ്ഥാൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധോഗതിയാണ്. പണ്ട് മുതലേ അധോഗതി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആക്കം കൂടിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് പുറത്ത് കിട്ടുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് പാകിസ്ഥാൻ്റെ 4 ഭാഗവും കലാപകലുഷിതമാകാൻ പോകുന്നു എന്നുള്ളതാണ്. POKയിൽ കലാപം നടക്കാൻ പോകുന്നു, മുകളിൽ ഖൈബർ പഖ്തൂൺഖയിൽ കലാപം നടക്കാൻ പോകുന്നു, സിന്ധിൽ കലാപം നടക്കാൻ പോകുന്നു, ബലൂചിസ്ഥാനിൽ പണ്ട് മുതലേ അവിടെ എത്തുന്ന സൈനികരായിട്ടുള്ള പാകിസ്ഥാൻ മപ്പാസ് വാണങ്ങളെ എല്ലാം പിടിച്ച് അവിടെയുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ അഫ്ഗാനിസ്ഥാൻ സേന റെഡിയായി നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ സേന എന്തിനാണ് റെഡിയായി നിൽക്കുന്നത്? ഈ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വലിയൊരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ത്വരിതഗതിയിൽ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോട്ടാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ തൃശൂൽ, അതായത് ഒരു സൈനികാഭ്യാസമാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കര, നാവിക, വ്യോമസേന, ഇത് മൂന്നും കൂടെ ചേർന്ന ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട പാകിസ്ഥാൻ സൈനിക മേധാവി നേവൽ അഡ്മിറൽ ചീഫ് ഇവന്മാരെല്ലാം കൂടെ നമുക്ക് നീറ്റിലിറക്കാം, കപ്പലിൽ ഓട്ടയുണ്ട് സാർ, നീറ്റിലിറക്കാൻ പറ്റില്ല, മുങ്ങിപ്പോവും എന്നാണ് അവിടെയുള്ള പാകിസ്ഥാനിലെ നാവികരെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ ഒരു കലാപം കൂടെ വരാനായിട്ട് പോവുകയാണ്. മൊത്തത്തിൽ അവന്മാർ മുച്ചൂടും മുടിഞ്ഞു, ഇനിയും മുടിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിലെ പഷ്തൂണുകൾ, ബലൂച്ചുകൾ, സിന്ധുകൾ എന്തിനു പറയുന്നു, അവിടെയുള്ള കശ്മീരികളടക്കം വലിയൊരു യോഗം ചേർന്നിട്ടുണ്ട്. യോഗം ചേർന്നിട്ട് ഇവർ പറയുന്നത് ഇനി നമ്മളെ പഞ്ചാബ് ഭരിക്കേണ്ട എന്നാണ്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബല്ല, പാകിസ്ഥാനിലെ പഞ്ചാബ്. ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളത്, അറിയാമല്ലോ അല്ലേ. ഈ വളരെ കുറച്ചുള്ള ഈ പാകിസ്ഥാനിലാണ് ഈ ബാക്കിയുള്ളവരെല്ലാവരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ് എന്നിങ്ങനെയുള്ള പ്രദേശത്ത് നിന്നാണ്, ഇസ്ലാമാബാദിൽ നിന്നൊക്കെയാണ് ഇവർക്ക് ഭരണം അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളും നമുക്ക് സ്വാതന്ത്ര്യം വേണം, 4ആയിട്ട് പിളർന്നു പോകണം എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. POK അവിടെയാണെങ്കിൽ 70 കൊല്ലമായിട്ട് തീവ്രവാദം മാത്രമേ വളരുന്നുള്ളൂ, വേറെ ഒന്നും വളരുന്നില്ല. ഒരു ആശുപത്രി പോലും നല്ലത് അവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവർ കലാപത്തിനായിട്ട് തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയൊക്കെയോ അവന്മാർ അതിനെ ഒതുക്കി തീർത്തിട്ടുണ്ട്. ആദ്യം തോക്കുകൊണ്ട് വെടിവെച്ച് നോക്കി, അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെട്ടു. അപ്പോൾ നൈസായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. പിന്നെ സിന്ധിൽ ഇപ്പം നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ അവിടെ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. കാരണം അവിടെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട്. ബലൂചിസ്ഥാനിൽ പണ്ട് മുതലേ 40% പാകിസ്ഥാൻ്റെ ഭാഗം ബലൂചിസ്ഥാൻ പണ്ട് മുതലേ അടി തന്നെയാണ്. പിന്നെ പഖ്തൂൺഖ മേഖല താലിബാൻ പിടിക്കാനായിട്ട് നിൽക്കുകയാണ്. അവിടെ തെഹ്രീകെ താലിബാൻ്റെ വിഹാര കേന്ദ്രമാണ്. 4 സ്ഥലങ്ങളിലെ നേതാക്കന്മാരും കൂടെ ഒരു യോഗം ചേർന്നിട്ട് അംജദ് അലി മിർസ എന്ന് പറഞ്ഞ ഈ നേതാക്കന്മാരുടെ ഒരു നേതാവ് പറഞ്ഞത്, ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. ഈ പ്രക്ഷോഭത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ഞങ്ങളുടെ കുട്ടികൾക്ക് തീവ്രവാദം പഠിക്കേണ്ട, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രക്ഷോഭം സൃഷ്ടിക്കാനായിട്ട് പോവുകയാണ്. അതായത് ഇവരുടെ ഈ പഞ്ചാബ് പ്രവിശ്യയിൽ നല്ല രീതിയിൽ ഭരണം നടത്തുകയും അവിടെ വളരെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കുകയും, എന്നാൽ പഖ്തൂൺഖയിലും ബലൂചിസ്ഥാനിലും പാക് അധീന കശ്മീരിലും താഴെ സിന്ധിലും തീവ്രവാദം വളർത്തുകയും ചെയ്യുന്ന ഈ നിലപാട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു പാകിസ്ഥാൻ്റെ പഖ്തൂൺഖയിൽ തന്നെ ഒരു പാകിസ്ഥാൻ്റെ ഇസ്ലാമിക മതപണ്ഡിതൻ പറഞ്ഞത്, ഇന്ത്യയും പാകിസ്ഥാനോട് യുദ്ധം ഉണ്ടായ അമ്മജിയാണ് ഞാൻ ഇന്ത്യയുടെ കൂടെ നിൽക്കുക, അവന്മാർ മുടിഞ്ഞ് മുച്ചൂട് മുടിയണം എന്നാണ് അവിടെയുള്ള മതപണ്ഡിതന്മാർ പോലും പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയുള്ള കുട്ടികളുടെ തലയിൽ മതം തിരികെ കയറ്റി ഇവർ തീവ്രവാദികളാക്കി ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സ്കൂളുകളിൽ പോലും കുട്ടികൾ വളർന്നു വരുമ്പോൾ ആരാകണം എന്ന് കുട്ടികളോട് ടീച്ചർമാർ ചോദിക്കുമ്പോൾ, ഐ വാണ്ട് ടു ബിക്കം എ സോൾജർ ആൻഡ് ഡിസ്ട്രോയ് ഇന്ത്യ എന്നാണ് കൊച്ചു കുട്ടികൾ പോലും പറയുന്നത്. കൊച്ചു കുട്ടികളുടെ പോലും തലയിൽ ഇതാണ് അടിച്ചു കയറ്റി കൊടുത്തിരിക്കുന്നത്. ഈ റീല് ഭയങ്കര വൈറലായിരുന്നു പല സമൂഹ മാധ്യമങ്ങളിലും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു പ്രക്ഷോഭം നടത്താൻ പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരു ഗറില്ല യുദ്ധമുറയാണ് നമ്മൾ അവലംബിക്കാൻ പോകുന്നത്. ഈ ഗറില്ല യുദ്ധമുറ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബോംബും കെട്ടി വെച്ചുകൊണ്ട് ഓടിച്ചെന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരനെ കെട്ടിപ്പിടിക്കും, പൊട്ടിത്തെറിക്കും. അതാണ് ഗറില്ല യുദ്ധമുറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ റഷ്യയും അമേരിക്കയും പോലും നമ്മുടെ ഗറില്ല യുദ്ധമുറ കണ്ട് കിടുങ്ങി എന്നാണ് ഈ അലി മിർസ പറയുന്നത്. അതൊരു പക്ഷേ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അഫ്ഗാനിസ്ഥാനിലടക്കം അമേരിക്ക വന്ന് പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ താലിബാൻ എന്ന് പറയുന്ന അവിടുത്തെ സംഘടനയെ സമ്പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ സാധിച്ചിട്ടില്ല. ആ താലിബാൻ്റെ ഏറ്റവും വലിയ യുദ്ധമുറയാണ് ഗറില്ല വാറും നുഴഞ്ഞു കയറ്റ യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അമേരിക്കയ്ക്ക് പോലും തടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പിന്നെ ഇവരൊരു കണക്കും പുറത്തുവിടുന്നുണ്ട്. അതായത് ജനറൽ സിയാ ഉൾ ഹക്കിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പാകിസ്ഥാന്. ആ സമയത്ത് ഖൈബർ പഖ്തൂൺഖയിൽ ഉണ്ടായിരുന്നത് 90 മുതൽ 100 മദ്രസകൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 15,000 മദ്രസകളിലേക്ക് കയറി. ഈ പല മദ്രസകളിലും പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ യുദ്ധത്തിൽ ഞാൻ ഇറങ്ങാൻ പോവുകയാണെന്ന് പറയുകയാണ്. അതിനിടയിൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത വേറെ പുറത്തു വരുന്നത്,
പറയുന്നത് ഈ പാകിസ്ഥാനിലെ പല തീവ്രവാദികൾക്കും ഫ്രീ ആയിട്ട് ഹൂറികളെ സപ്ലൈ ചെയ്ത് നേരിട്ട് സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കാനായി അവരെ ഹ്യൂറിഫൈ ചെയ്യാനായിട്ട് നേരിട്ട് സ്വർഗത്തിൽ പോകാൻ വരൂ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഈ കോഴ്സ് തുടങ്ങിയത് ആരാണ്? മസൂദ് അസറിൻ്റെ പെങ്ങളാണ്. ലവളാണെങ്കിൽ ഒരു പുതിയ തീവ്രവാദ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. സ്ത്രീകളാണ് ഇനി പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങേണ്ടത്. അതായത് ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പുരുഷന്മാർ അധ്വാനിച്ചാൽ പോരാ, സ്ത്രീകളും കൂടെ സ്ത്രീ ശാക്തീകരണം വരണം, സ്ത്രീകളും കൂടെ പൊതുസമൂഹത്തിലെ ഉൽപ്പാദനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുത്താൽ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകൂ എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അവിടെ എവളുമാരൊക്കെ പറയുന്നത് സ്ത്രീകൾ വരൂ, നമുക്ക് സ്വർഗത്തിൽ പോകാനായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള കോഴ്സ് പഠിപ്പിക്കാം. അതായത് ഇന്ത്യക്കെതിരെ തീവ്രവാദം നടത്തി പൊട്ടിച്ചത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലോട്ട് നമ്മളെ അയക്കാം. സ്വർഗത്തിലോട്ട് പോകാനുള്ള കീ ഇവിടെയാണ് ഇരിക്കുന്നത്, ബ്രഹ്മോസ്. എന്തായാലും 2 മിസൈലും അങ്ങോട്ടേക്ക് അടിച്ചിട്ടാൽ തീരാന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് കേട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. പോരാത്തതിന് താലിബാൻ ഇപ്പോൾ പറയുന്നത് ഓട്ടിച്ചിട്ട് അടിക്കുമെന്നാണ് അസീം മുനീറിന്. അതുകൊണ്ട് അസീം മുനീറിന് ഇപ്പോൾ കാണാനില്ല. ഇവൻ ഒളിവിലാണോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഏത് ഭാഗത്തു നിന്നാണ് പാകിസ്ഥാനിൽ അടി വരുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. താലിബാൻ സേനയും അഫ്ഗാൻ സേനയും ഒരുങ്ങി നിൽക്കുകയാണ്. കാരണം ഇന്ത്യക്കെതിരെ ഇവർ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ചെറുവിരൽ അനക്കി കഴിഞ്ഞാൽ അവിടെ നിന്നും താലിബാൻ അറ്റാക്ക് തുടങ്ങും. താലിബാൻ അറ്റാക്ക് തുടങ്ങുമ്പോൾ 2 വാർ ഫ്രണ്ട് ഇവർക്ക് തുറക്കേണ്ടി വരും. 2 വാർ ഫ്രണ്ട് തുറക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അകത്ത് ഈ 4 ഭാഗത്തു നിന്നും കലാപം പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ മൊത്തത്തിൽ ഞെരുങ്ങിപ്പിരിങ്ങിയ ഒരു പരിവമാവുന്ന സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വനിതാ ചാവേറുകളുടെ പരിശീലന പദ്ധതി ആരംഭിച്ച് ഒരു ക്രാഷ് കോഴ്സാണ് വന്നു ചേർന്നു എന്നാണ് നമ്മുടെ മസൂദ് അസറിൻ്റെ പെങ്ങൾ പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. മുടിയും അതിൽ യാതൊരുവിധ തർക്കമില്ല. അപ്പോൾ ശരി.